വാർത്തകൾ വിശദമായി. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും NCP നേതാവുമായ അജിത് പവാർ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടു. മഹാരാഷ്ട്രയിലെ ബാരാമതിയിൽ വെച്ച് അജിത് പവാർ സഞ്ചരിച്ച വിമാനം തകർന്നു വീണു. കൂടെയുണ്ടായിരുന്ന അംഗരക്ഷകരടക്കം വിമാനത്തിലുണ്ടായിരുന്ന 6 പേരും മരിച്ചു. മരണത്തിൽ സമഗ്ര അന്വേഷണം പ്രഖ്യാപിച്ച മഹാരാഷ്ട്ര സർക്കാർ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തി. माणूस बघा घेऊन काही चालू इकडे तो माणसाच तिथे आहे का. വിവരങ്ങളുമായി രേണുക രാജേന്ദ്രൻ ചേരുന്നു. രേണുക, ഈ അജിത് പവാറിന്റെ മരണത്തിൽ ഇപ്പോൾ സമഗ്രമായ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സർക്കാർ. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, NCP മേധാവിയും അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രിയുമായ അജിത് പവാർ ഇന്ന് രാവിലെയാണ് അന്തരിച്ചത്. വിമാന അപകടത്തെ തുടർന്നാണ് ഈ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം ആ വിമാനത്തിൽ മുഴുവനായും 5 പേരാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം ബാരാമതിയിലേക്ക് പോവുകയായിരുന്നു. മഹാരാഷ്ട്രയിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. വിമാനത്താവളത്തിന് എത്തുന്നതിന് തൊട്ടു മുൻപായാണ് ഈ അപകടം സംഭവിച്ചത് എന്നതാണ് അറിയാനും നമുക്ക് കഴിഞ്ഞത്. ദൃശ്യങ്ങളിൽ നിന്നും അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഇപ്പോൾ കൂടുതൽ നടപടികളിലേക്ക് കടന്നിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അജിത് പവാറിന്റെയും മറ്റ് വിമാനത്തിൽ സഞ്ചരിച്ച 5 പേരടക്കം 5 പേരുടെയും മൃതദേഹങ്ങൾ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നതാണ് അറിയാൻ കഴിയുന്നത്. അജിത് പവാറിന്റെ കുടുംബാംഗങ്ങളും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രവർത്തകരടക്കം ഇപ്പോൾ ആശുപത്രി പരിസരത്ത് ഉണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ കൂടുതൽ അന്വേഷണത്തിലേക്ക്, എങ്ങനെയാണ് ഈ വിമാന അപകടം സംഭവിച്ചത് എന്ന കാര്യത്തിലേക്ക് കൂടുതൽ അന്വേഷണ നടപടികളിലേക്ക് ഇപ്പോൾ ഉദ്യോഗസ്ഥർ കടക്കുകയാണ്. ഈ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തുന്നതിനടക്കം, അല്ലെങ്കിൽ ബ്ലാക്ക് ബോക്സ്, വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിൽ നിന്നാണ് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നത്. എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്, എന്താണ് അപകടത്തിന് കാരണം എന്നതടക്കമുള്ള വിവരങ്ങൾ ലഭ്യമാകണമെങ്കിൽ ഈ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തണം. ആ നടപടികളിലേക്കും എന്തായാലും അന്വേഷണ സംഘം കടക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഈ അപകടം നടക്കുന്ന സമയത്ത് ഏകദേശം 40 മിനിറ്റോളം ഈ വിമാനത്തിൽ നിന്ന് ഒരു ശബ്ദം, ഒരു അലാറം അടിക്കുന്ന ശബ്ദം ഉണ്ടായിരുന്നു എന്ന് കൂടി എന്തായാലും എയർപോർട്ടിലെ അധികൃതർ ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. 40 മിനിറ്റോളം ഈ ഒരു ശബ്ദം, അപായ സൂചന മുഴങ്ങിയിരുന്നു. അതോടൊപ്പം തന്നെ ആ സമയത്ത് കോക്പിറ്റ് വോയിസ് റെക്കോർഡ് എന്ന് പറയും ഈ പൈലറ്റുമാർ തമ്മിലുള്ള സംഭാഷണം, അവർ ആശയവിനിമയം നടത്തിയത് അടക്കമുള്ള രേഖകൾ എന്തായാലും ഇനി കണ്ടെടുക്കേണ്ടതുണ്ട്. ഇനി കാലാവസ്ഥയാണോ വിഷയം, അതോ വിമാനത്തിന് ചില സാങ്കേതിക തകരാറുകളാണോ എന്നൊരു കാര്യത്തിൽ എന്തായാലും അറിയത്തില്ല. എന്തായാലും ആ രീതിയിലുള്ള അന്വേഷണങ്ങളൊക്കെ ഇപ്പോൾ എന്തായാലും അന്വേഷണ വൃത്തങ്ങൾ ആരംഭിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. DGCA അന്വേഷണം തുടങ്ങി എന്നുകൂടി പറയുന്നു. എയർജെറ്റ് 45 എന്നൊരു ചെറിയ വിമാനത്തിൽ, ഒരു സ്വകാര്യ വിമാനത്തിലാണ്, ഇവരുടെ സ്വകാര്യ വിമാനത്തിലേക്കാണ് പോയത്. പ്രത്യേകിച്ചും ഈ ബാരാമതി എയർപോർട്ട്, അല്ലെങ്കിൽ ബാരാമതി വിമാനത്താവളം എന്ന് പറയുന്നത് ഈ പവാറിൻ്റെ കുടുംബം പ്രത്യേകിച്ചും എത്തുന്ന ഒരു എയർപോർട്ട് എന്ന് വേണം പറയാം. അദ്ദേഹത്തിൻ്റെ മണ്ഡലം കൂടി അവിടെ തന്നെയാണ്. എന്തായാലും ആ ഒരു പ്രദേശത്ത് വച്ചാണ് ഇന്ന് അപകടം സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും DGCA അന്വേഷണം ആരംഭിച്ച് തുടങ്ങിയിട്ടുണ്ട്. എന്താണ് ഈ അപകടത്തിന് പിന്നിൽ എന്നതൊരു കാര്യത്തിൽ കൂടി എന്തായാലും DGCA അന്വേഷണം ആരംഭിച്ച് തുടങ്ങിയിട്ടുണ്ട്. ബ്ലാക്ക് ബോക്സിന് കണ്ടെത്തുന്ന നടപടികളിലേക്ക് കടക്കും. കോക്പിറ്റ് വോയിസ് റെക്കോർഡുകൾ അടക്കം ശേഖരിക്കും. എന്താണ് ഈ വിമാനത്തിന് സംഭവിച്ചത്, ശരിക്കുമുള്ള മരണകാരണം ഈ വിമാനത്തിന് സാങ്കേതിക തകരാറാണോ, ഇനി കാലാവസ്ഥ വ്യതിയാനത്തിൽ സംഭവിച്ചതാണോ എന്നതടക്കമുള്ള വിവരങ്ങൾ ലഭിക്കണമെങ്കിൽ ഈ അടിയന്തരമായി ലഭിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ മുൻപിലുള്ള ചില തെളിവുകളുടെ അടിസ്ഥാനം മാത്രമാണ് നിലവിലുള്ളത്. എന്തായാലും രാവിലെ 8 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ വിമാനയാത്ര തുടങ്ങി ഏകദേശം 1 മണിക്കൂർ പിന്നിട്ട ലാൻഡിങ്ങിന് വേണ്ടി ശ്രമിക്കുന്നതിനിടയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്താണ് എന്നൊരു കാരണം നിലവിൽ വ്യക്തമല്ല. എന്തായാലും അന്വേഷണ സംഘങ്ങൾ ആ ഒരു കാരണം കണ്ടെത്തുന്ന നടപടികളിലേക്ക് കൂടി കടന്നിട്ടുണ്ട്. എന്തായാലും മൃതദേഹം ഇപ്പോൾ മോർച്ചറിയിൽ വച്ചിരിക്കുകയാണ്. മറ്റ് നടപടികളിലേക്കുള്ള, അല്ലെങ്കിൽ സംസ്കാര നടപടികളുടെ കാര്യങ്ങളൊക്കെ ഇനി വരും ദിവസങ്ങളിൽ, അല്ലെങ്കിൽ നാളെ ആയിരിക്കും ഒരുപക്ഷെ അറിയാൻ കഴിയുക. എന്തായാലും കുടുംബം ഇപ്പോൾ ആശുപത്രി പരിസരത്തേക്ക് എത്തുന്നു എന്നതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ വിയോഗത്തെ തുടർന്ന് അനുശോചനം രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയും കേരളത്തിൻ്റെ പിണറായി. അങ്ങനെ
നിരവധി പേർ ഇപ്പോൾ എന്തായാലും രാഷ്ട്രീയ ഭേദമന്യേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്ന് ഒരു അനുശോചനം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വിയോഗത്തിൽ സങ്കടം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്തായാലും അമിത്ഷാ ആദ്യം തന്നെ ആ ഒരു പ്രദേശത്തൊക്കെ എത്തുന്നു എന്നൊരു വിവരം കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ വലിയ രീതിയിൽ പ്രവർത്തനങ്ങൾ രാജ്യത്തിനായി കാഴ്ചവെച്ച വ്യക്തി എന്നുകൂടി പറയുന്നുണ്ട്. എന്തായാലും 66 വയസ്സുകാരനാണ്. 6 തവണ അദ്ദേഹം മത്സര രംഗത്ത് നിന്നിട്ടുണ്ട്. മത്സരിച്ചതെല്ലാം വിജയിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്, മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരെ ഉയർത്തപ്പെട്ട ഒരു വ്യക്തി എന്ന് വേണം പറയാൻ. 6 തവണ മത്സര രംഗത്ത് വിജയിച്ച 6 തവണ പദവികളെല്ലാം അലങ്കരിച്ച വ്യക്തി കൂടിയാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്ന് ഇനി സംസ്കാര ചടങ്ങുകളെല്ലാം ഇനി അല്പം മണിക്കൂർ കഴിഞ്ഞാണ് ഇനി അറിയാൻ കഴിയുക. കുടുംബത്തിൻ്റെ തീരുമാനമാണ് ഇനി എങ്ങനെയാണ് സംസ്കാര ചടങ്ങ്, എവിടെയാണ് സംസ്കാര ചടങ്ങ് എങ്ങനെയാണെന്നുള്ളൊരു കാര്യത്തിൽ കുടുംബമാണ് ഇനി വ്യക്തമാക്കുക. ദീപ്തി. ശരി. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും NCP നേതാവുമായ അജിത് പവാർ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. മഹാരാഷ്ട്രയിലെ ബാരാമതിയിൽ വെച്ചാണ് അജിത് പവാർ സഞ്ചരിച്ച വിമാനം തകർന്നു വീണത്. കൂടെയുണ്ടായിരുന്ന അംഗരക്ഷകരടക്കം വിമാനത്തിലുണ്ടായിരുന്ന 6 പേരും മരിച്ചു. മരണത്തിൽ സമഗ്ര അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് മഹാരാഷ്ട്ര സർക്കാർ. രേണുക രാജേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.